നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സയനൈഡ് ഉണ്ടോ എന്നറിയാൻ അടിവസ്ത്രമഴിച്ച് പരിശോധന നടത്തിയ സംഭവത്തിന് പിന്നാലെ യുവ അഭിഭാഷക ജീവ ആത്മഹത്യ ചെയ്ത കേസിൽ ഡിവൈഎസ്പി കനകലക്ഷ്മി അറസ്റ്റിൽ. ബംഗളൂരുവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബോവി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ജീവയെ കനകലക്ഷ്മി ചോദ്യം ചെയ്തിരുന്നു. ഈ കേസിൽ 34-കാരിയായ അഭിഭാഷക ജീവയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത CID ഡിവൈഎസ്പി കനകലക്ഷ്മി അവരെ നഗ്നയാക്കി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. നവംബർ 14-ന് പാലസ് റോഡിലെ CID ആസ്ഥാനത്ത് ഹാജരായ ജീവയെ ഡിവൈഎസ്പി കനകലക്ഷ്മിയായിരുന്നു ചോദ്യം ചെയ്തത്. ജീവയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം അടിവസ്ത്രം വരെ അഴിപ്പിച്ച് പരിപൂർണ നഗ്നയാക്കിയാണ് പരിശോധന നടത്തിയത്. സയനൈഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് അടിവസ്ത്രമഴിച്ച് പരിശോധിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. തെളിവെടുപ്പിന് ശേഷം യുവ അഭിഭാഷക ജീവ ബംഗളൂരുവിലെ പത്മനാഭ നഗറിലെ തന്റെ വസതിയിലാണ് തൂങ്ങി മരിച്ചത്. 25 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി 13 പേജുള്ള മരണക്കുറിപ്പ് എഴുതി വെച്ചാണ് ജീവ ആത്മഹത്യ ചെയ്തത്. ഇതു സംബന്ധിച്ച് ജീവയുടെ സഹോദരി സംഗീത ഡിവൈഎസ്പി കനകലക്ഷ്മിക്കെതിരെ പരാതി നൽകിയിരുന്നു. ജീവ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് സഹിതമാണ് സഹോദരി CID ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയത്. നവംബർ 14 മുതൽ നവംബർ 21 വരെ പലതരത്തിലുള്ള പീഡനം തുടർന്നതായും ജീവയുടെ സഹോദരി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ജീവയുടെ കടയിൽ കനകലക്ഷ്മി എത്തി പരസ്യമായി അപമാനിച്ചെന്നും സംഗീത ആരോപിച്ചു. ഈ സംഭവത്തിന് പിന്നാലെയാണ് യുവതിയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്.